ഇത് എറണാകുളം ടു കോയമ്പത്തൂരുള്ള നാഷണൽ ഹൈവേ ആണ്. ഒരുവൻ മുതലാളി, തീയിൽ കുരുത്തവൻ തൊഴിലാളി. നമ്മള് ചുവന്ന മണ്ണ് ഡാമിന്റെ മുകളിലേക്ക് കുളിക്കാൻ വന്നേക്കാം. അടിപൊളി ഹൈക്കിങ് കാണാം. ഇത് തൃശ്ശൂരുണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കണ്ടപ്പോൾ വന്ന് നോക്കാണ് എന്താ പാടുന്നറിയാം. പോയി നോക്കാം. അതന്നെയാ കണ്ടാണ്ട് തന്നെ വരുന്നത്. ഓ ഇറങ്ങിയ കുഴപ്പമില്ല, നിൽക്കാൻ പറ്റുമോ? റോഡിന്റെയും ഇതിന്റെയും സെൻട്രലായിക്കാണ്ടാണ് സ്ഥിതി ചെയ്യേണ്ടത്. ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. അതാ ഇതിപ്പോ തൃശ്ശൂർ ഇത് എറണാകുളം ടു കോയമ്പത്തൂരുള്ള നാഷണൽ ഹൈവേ ആണ്. എല്ലാരും ഉണ്ട്. ഞങ്ങള് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ടുകാണ്ട് വരട്ടാം. ഇത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, റോഡിന്റെ സെന്റർ കൂടെ ഇതിങ്ങനെ പോണോണ്ടാണ് ഹൈലൈറ്റ് ആയി കാണപ്പെടുന്നുണ്ട്. ഇതില് രാജവെമ്പാല മുതൽ വലിയ അണലി വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നുണ്ട്. എന്താന്നറിയില്ല. സൈഡിലൊക്കെ മഴയിൽ ഈ ഡാമിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് ചെരിയില്ലട്ടാ, ചെരിയില്ല, ചെരിഞ്ഞാ പോകും ട്ടാ. ഇത് എന്താ ഹൈലൈറ്റ് എന്താ, നമ്മൾ എതിർവശത്ത് കൂടി നീന്തണം, അപ്പുറത്ത് ആണ്ട് നീന്തണം. അലിനെ നീന്തം പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരൊക്കെ കുടിക്കുന്നുണ്ട്. ഇറങ്ങിയാലോ? എടാ പൊട്ട ആയില്ലടാ. ഇല്ല, എനിക്കറിയില്ല. ആര് മുങ്ങിപ്പോയാലും ഞാൻ മുടിച്ചു. എന്റെ വാക്കാണ് കാര്യം. ഇതൊരു മഹാ അത്ഭുതമാണ് കേട്ടോ. റോഡിന്റെ സെന്റർ കൂടി ഒരു ഡാമിൽ നിന്നുള്ള വെള്ളം. ഇത് മഴക്കാലത്ത് ഇത് ഇത്രയൊക്കെ വരുന്നാണ്, അപ്പുറത്തേക്കൊക്കെ മറിയുന്നാണ് പറയപ്പെടുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരുപാട് പേരുണ്ട് കേട്ടോ കുളിക്കാൻ ഇതിനൊക്കെ വന്നിട്ട്. ഇവനാണ്ട അധിപൻ. ഒരുവൻ മുതലാളി,
വൃത്തിയിൽ കുരുത്തവൻ തൊഴിലാളി. അടിപൊളി സാധനം അല്ല അലീന. സൺസെറ്റ് കൂടെ വരുമ്പോ അടിപൊളിയായിരിക്കും. അതായത് നല്ല സൂപ്പറായിരിക്കും. കനാലിലോ കനാൽ ബണ്ടിലോ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ നിക്ഷേപിക്കരുത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതാണ്ടാ. അപ്പൊ എന്താ ചെയ്യാ, ഇവിടുന്ന് വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി കണ്ട ആരെയും വരുന്നവരൊന്നും പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളൊന്നും ഇവിടെ ഇടാൻ നിൽക്കരുത്. നല്ല വൃത്തിയിലും വെടുപ്പിലും സൂക്ഷിക്കാം കേട്ടോ. അല്ലിനെ പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും ഇടരുത്. ഓക്കെ അല്ലേ? ഇവിടെ ഇറങ്ങല്ലേ? എടാ ചെങ്ങായി ഒഴിക്കണ പുടിച്ചാ പോരെ, പുടിച്ചറിഞ്ഞാ പോരെ. ഇതിങ്ങനെ പോയതിപ്പോ റോഡ് എത്തിട്ടോ, സാധാ റോഡ് മുത്തി. പോവല്ലേ? നിങ്ങളെന്തേലും തഗ്ഗെന്തേലും പറയടോ, നമ്മളെ അറിയിച്ചു കിട്ടാന്. ദൊരണ്ണ എന്തേലും മൊയിഞ്ഞാലും എന്ത് എന്നെ ഇറക്കാനാ? അടിയിൽ കല്ല ഫുള്ള് കോൺക്രീറ്റാ. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ പോകുന്നുണ്ടാവും, കുളിച്ച് കഴിഞ്ഞ് പോകണേ. ഓക്കെ ബൈ.